എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പീൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പേർളിമാണി യൂട്യൂബ് ചാനലിന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ടൊമാറ്റോ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം വലിയൊരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നെയ്യും അതുപോലെ തന്നെ ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒരു അളവ് എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഗാർലിക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 5-6ഓളം സവാള ചെറുതായി മുറിച്ചതും ഇട്ട് കൊടുക്കുക. ദെൻ അതൊന്ന് വേവിച്ചെടുക്കുക. നല്ലോണം ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ള ഒരു 5-6 തക്കാളി പച്ചയ്ക്ക് അരച്ചതാണ് കേട്ടോ. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 6-7 പച്ചമുളകും നടുകറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ദെൻ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ടുള്ള നമ്മളുടെ റൈസ് നമ്മൾ അരമണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കണം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും കുതിർത്തി വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ മസാല ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ അരി കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് വെള്ളം തീരെ ചേർക്കാതെ ഒഴിച്ചു കൊടുക്കുക. അരി കുതിർത്താൻ വെച്ച വെള്ളം ഒഴിക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2 കപ്പിന് 4 കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. ദെൻ ഒരു 20 മിനിറ്റോളം നമുക്കിത് വേവാനായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കിയത് സ്പെഷ്യൽ മുട്ടേൻ്റെ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വേണമെങ്കിൽ നിങ്ങൾക്കിത് കുക്കറിലും ചെയ്യാം. ഈ ഒരു വേവാനെടുത്ത സമയം കൊണ്ട് നമുക്ക് ഒരു വിസിലിന് കുക്കറിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ടൊമാറ്റോ റൈസ്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.